ഇളയപ്പന്റെ മലയാളം. ടീച്ചറിന് ഒരു സംശയമുള്ള പോലെ. ഈ ടീച്ചറിനെ പിരിച്ചുവിടണം. അപ്പൊ നീ ഇരിക്കുന്ന ഒരവസ്ഥയില്ലേ, മണ്ണ് പോലെ ഇരിക്കുന്ന അവസ്ഥ. പിന്നെ ഒരു അവസ്ഥയുണ്ട്, ദ്രാവകം. ടീച്ചർ നിൽക്കുന്ന അവസ്ഥയാണോ? നിയമം ഉണ്ടാക്കിയതായിരുന്നറിയോ? എന്റെ ആരുമല്ല മക്കളെ, ഡയാന. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ടെൻഷൻ ആവുന്നു. ഇത്രയും ടെൻഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പല പല ജോലികൾ ചെയ്തിട്ടുള്ളതായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഡയാന മുമ്പ് ടീച്ചറായിരുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നന്നായിട്ട് പഠിപ്പിക്കാത്തോണ്ട് അവിടെ നിന്ന് പറഞ്ഞു. തമാശകൾ. പക്ഷെ താങ്കൾ അത് മിസ് ചെയ്യുന്നില്ല? അല്ലല്ല, തീർച്ചയായിട്ടും. അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ജോലി ഒന്ന് കോളിംഗ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ക്യാമ്പസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റില് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര സത്യമാണ് കേട്ടോ. ഞാൻ മിസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പൊ നമുക്ക് ആ മിസ്സിംഗ് ഒന്ന് മാറ്റി കൊടുത്താലോ? എന്താ എന്റെ ഉദ്ദേശം? മാറ്റി കൊടുക്കാം അല്ലേ? ഇവിടെ കൊണ്ട് നമുക്ക് അതെ പഠിപ്പിക്കോ? ഞാനാ പഠിക്കാൻ ആഗ്രഹമുള്ള നീ തുടങ്ങും. പിന്നെ ഞങ്ങൾ ടീച്ചറായ ഡയാന ആദ്യം പഠിപ്പിക്കുന്നു, അത് കണ്ട കുട്ടികളായ ഞങ്ങൾ പഠിപ്പിക്കാൻ ടീച്ചറാകുന്നു, ശ്രമിക്കുന്നു. അപ്പൊ കുട്ടികളുടെ ഭാവി ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കുട്ടികളുടെ ഭാവി ഇത് കണ്ടിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എന്തായാലും മൊത്തത്തിലൊരു രസമുണ്ട്. ഇന്നത്തെ പരിപാടി. ഇന്നത്തെ പരിപാടി പറയണോ? ഇന്ന് അങ്ങനെ ചെയ്യാം. ശരി, പോകാം വീഡിയോയിലേക്ക്. വരൂ, നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇരിക്കരുത്. ആരാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ ഒരു തീരുമാനം ആവട്ടെ. ആദ്യമേ അങ്ങ് സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അവള് റെഡിയാണെന്ന് തോന്നുന്നു. ഞാൻ റെഡിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നീയാണോ ടീച്ചർ? അങ്ങനെ തോന്നിയത്? എന്തൊക്കെയോ ഇതുവരെ പഠിക്കാത്ത പഠിത്തമൊക്കെ പെട്ടെന്ന് എന്തൊക്കെയോ പഠിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നൽ. ഇല്ല, അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് മെസ്സേജ് അയക്കുന്നത് പോലെ ഇരിപ്പുണ്ടായിരുന്നേ. നോക്കിയപ്പോഴാണ് SS അതിന്റെ മലയാളം എന്ത് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്നത് പോലെ. കള്ളികളെ നിങ്ങളാണ്. ഇതിനകത്ത് നീ മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. നീയെ പഠിപ്പിക്കാതെ. അല്ല, നീ തന്നെ പഠിപ്പിക്കില്ല. അവിടെ പഠിക്കാൻ യോഗ്യ താങ്കൾ തന്നെയാണ്. അതെ, പഠിക്കാൻ യോഗ്യർ ഞങ്ങള്. നിനക്ക് നല്ല തങ്കക്കുടം പോലത്തെ 2 സ്റ്റുഡൻസിനെയാണ് കിട്ടിയിരിക്കുന്നത്. നീ പറയുന്ന എന്തും കേട്ടോണ്ടിരിക്കും ഞങ്ങൾ. ഉറങ്ങരുത്. കുറച്ച് ബുദ്ധിക്കുറവുണ്ട് എന്നുള്ളതല്ലാതെ ഇവർക്ക് വേറൊരു പ്രശ്നമില്ല. ഇവക്കല്ലേ? സോറി, ഒന്നുമില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ എന്റെ ടോപ്പിക് എടുക്കാൻ പോവേണ്. അപ്പൊ ഇതില് 3 ടോപ്പിക്സ് എഴുതിയിട്ടിട്ടുണ്ടേ. ഏതാണ്? എന്താണ് കാണിക്കൂ? ഗണിതം. അയ്യോ പോയി, എനിക്ക് വേണം. കുഴപ്പമില്ല, നേരത്തെ നോക്കി വെച്ചിട്ട്. പിന്നെ നിങ്ങളുടെ കൺമുൻപി വെച്ചാണ് ഇത് എടുത്തത്. ശരി, ഗണിതം. ആദ്യം ഗണിതം എന്ന് എഴുതണം. പതിന്നല്ല. ഏതാ സ്റ്റാൻഡേർഡ്? ടീച്ചറിന്റെ ഇഷ്ടം പോലെ. അതെ, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഓക്കെ. ഇനി എന്താ? നീ ഡേറ്റ് എന്നൊന്നും പറഞ്ഞ ഞങ്ങൾക്ക് മലയാളം മാത്രമേ അറിയൂ. 2,2028. അപ്പൊ AI ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്ന ടീച്ചർ ഗണിതത്തില്. എന്താണ് AI? AI എന്ന് ഉച്ചരിക്കാൻ പാടില്ല. മലയാളം എന്താണ്? മലയാളം കൃത്രിമ ബുദ്ധി. ടീച്ചറിന് അറിയില്ല. കൃത്രിമ ബുദ്ധിയല്ല അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൃത്രിമത്തിന് വേറൊരു വാക്ക് ഉപയോഗിക്കണം. കൃത്രിമ നിർമ്മിത ബുദ്ധി. നിർമ്മിത ബുദ്ധി. എനിക്ക് മാത്രമേ ഇതില് ബുദ്ധിയുള്ളൂ. കണ്ടല്ലോ, ആ കുട്ടിയെ കണ്ട് പഠിക്കൂ. ആതിരെ കുട്ടി. കൃത്രിമ ബുദ്ധി എന്ന് പറഞ്ഞ തലയായിട്ടിരിക്കുന്നത്. എന്നെ ലീഡർ ആക്കോ ടീച്ചർ? കുട്ടി തന്നെ ലീഡർ. ഓക്കെ, വെരി ബാഡ് ടീച്ചർ. ഓക്കെ, ഗണിതം പഠിക്കാം. ഗണിതത്തിൽ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞോ? 0. കല്യാണം കഴിഞ്ഞു. കുട്ടികൾ ആയിട്ടില്ല. നിങ്ങളെ പോലെയൊക്കെയുള്ള കുട്ടികളല്ലേ ഉണ്ടായി കഴിഞ്ഞാലോ. ഓക്കെ, 0 കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? എന്റെ ആദ്യത്തെ ചോദ്യം. താഴ്ത്തുന്ന എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്.
കൗതുക ലേശം കൂടുതലാണ്. ഇത് GK ആണോ ഗണിതമാണോ? അത് 0 നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, 0 ഇവിടെ ആദ്യം സെർച്ച് ചെയ്തപ്പോ ഇതായിരിക്കും കിട്ടിയത്. കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് ആരാണ്? 0 കണ്ടുപിടിച്ചത് ആരാണെന്നോ? അതെ, കോഴി. ആര്യഭട്ടൻ ആണോ? ഭരതമുനിയാണോ? അയ്യോ, ഭാരതീയറോ? ഭാരതീയർ അല്ല, ഭാരതീയർ. ഇത് ശരിക്കും ഫാക്റ്റ് ആണോ? അതെ, ആണോ? ഓക്കെ, മനസ്സിലായല്ലോ. ടീച്ചർ സീരിയസ് ആയിരുന്നു അല്ലേ? നമ്മൾ തമാശയാന്ന് വിചാരിച്ചു. ശരി, ഓക്കെ. ഓക്കെ. കുട്ടി എഴുന്നേക്കൂ. കുട്ടി 9ന്റെ എൻജോടി പറഞ്ഞേ. പാവം, അവൻ വിജൃംഭിച്ചു പോയി. ഇഞ്ചോടി എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ. ടീച്ചർ മാത്രല്ലേ മലയാളത്തിൽ പറയണമെന്നുള്ളൂ. ഇല്ലില്ല, കുട്ടിയും പറയണം. പറയൂ പറയൂ. 1 into 1 കമ്പെവിടെ, കമ്പെവിടെ, വടി എവിടെ? ഗുണം. ഗുണം. ശരി, ഓക്കെ, ശരി. ഒന്ന്. 9. ഇനി പറ. 9. അല്ല, പറ. 9. ഇത് പറ, ഇത് പറ. ഹെൽപ്പ് ചെയ്യരുത് കേട്ടോ. ശരിയാ. 9 ഗുണം 1 സമം. ഓക്കെ, സമം. സമം 9. അടുത്ത സമം 18. ശരി. ഇനി ബാക്കി നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ? ശരി, ഞാൻ പറയാം. 9 ഗുണം 3 സമം 27. ശരി, പോരെ? ബാക്കി ഈ കുട്ടി പറയും. എല്ലാം എനിക്ക് സോറി. 9 എത്രയാ? 9 ഗുണം 4 സമം 36. ടീച്ചറിന് ഒരു സംശയമുള്ള പോലെ. അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. 9 ഗുണം 5 സമം 45. ഓക്കെ, പോരെ ടീച്ചർ? ഇല്ല, ഒന്നും കൂടെ പറയണം. ഞാൻ 3 എണ്ണം ഇനി താങ്ങാനുള്ള ബുദ്ധി എനിക്കുണ്ടെന്ന് തോന്നുന്നു. 9 ഗുണം 6 കൂടി പറയണം. അതും കൂടെ പറയാം. എത്രയുടെ? 54. 54. എനിക്ക് അറിയാം, എന്നാലും ഒരു സംശയം പോലെ. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. 56 എന്താണ്? എടാ തെറ്റിച്ചടാ, ടീച്ചറിന് തെറ്റി. 54. ഈ ടീച്ചറിനെ പിരിച്ചു വിടണം. ഇനി നോക്കേ, ഇതിലൊരു എളുപ്പ വഴിയുണ്ട്. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇനി ഇരിക്കട്ടെ ടീച്ചർ. ഇരുന്നോളൂ. 9 ഗുണം 5 45 ആണല്ലോ. ഇനി അങ്ങോട്ട് ഇപ്പൊ 9 ഗുണം 6 7 8 9 ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇത് കണ്ടല്ലോ, 9 ഗുണം 5 ശേഷം 6 വരുമ്പോ ഈ 45 തിരിച്ചിടുമ്പോഴത്തേക്കും 54. കണ്ടോ? ഇനി അതുപോലെ ഭയങ്കരം തന്നെ. 9 ഗുണം പഠിച്ചടാ, ഇവള് ഗൂഗിളിൽ തപ്പുമായിരുന്നു നോക്കട്ടെ. 3. ഇത് ഞങ്ങൾക്ക് അല്ലെങ്കിലും അറിയാം. ഇല്ല. 9 ഗുണം 8 എത്രയാണ്? 72. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. അതെങ്ങനെയാ? പഠിപ്പിച്ചില്ലല്ലോ. 9 ഗുണം 9 സമം 81. 81. ഇല്ല, അയ്യോ, അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാം തിരിച്ചിട്ട വാല്യൂസ്. മനസ്സിലായില്ലേ? കണ്ടോ? എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. തലതിരിഞ്ഞ വാല്യൂസ്. ടീച്ചറിനെ, അധ്യാപികയെ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പൊ 9 ഗുണം 10. 10 അവിടെ ഒന്നും ഇല്ലാത്തോണ്ട് 0. 0 തിരിച്ചിടുമ്പോ 90. ഇതൊക്കെ എന്ത്? ഓക്കെ അല്ലേ? ക്ലാസ് ആയിരുന്നു. ശരിയല്ലേ? ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞ ടീച്ചർ പോണേ. ഇവൾ ഇത്ര നന്നായിട്ട് പഠിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അയ്യോ, എനിക്കറിയാൻ വയ്യ. വായിക്കണമല്ലോ. ഗണിതം കഴിഞ്ഞ്. ഡസ്റ്റർ ഇല്ലാത്ത സ്കൂളാണോ ഇത്? നമ്മുടെ സ്കൂളിൽ നമ്മുടെ വിദ്യാലയത്തിൽ തീരെ വൃത്തിയില്ലാത്ത കുറച്ച് അധ്യാപകർ കടന്നുകൂടിയിട്ടുണ്ട്. പ്ലേറ്റ്, നമ്മൾ കഴിച്ച പ്ലേറ്റ് കഴുകി വിട്ട് പോകാതിരിക്കുക, ഉപയോഗിച്ച ബോർഡ് ക്ലീൻ ചെയ്യാതിരിക്കുക, അത്തരം
വൃത്തികെട്ട ചില ടീച്ചേഴ്സ് അത് ക്ലാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ കുഴപ്പമാ, കുട്ടികളെ മായ്ക്കാൻ പഠിപ്പിക്കാത്തോണ്ടാ. എന്നാ കുട്ടി മായ്ക്കൂ, മായ്ച്ചിട്ട് തുടങ്ങാം നമുക്ക്. സാധാരണ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു കുട്ടികളാണ് കുട്ടികളാണ് അപ്പൊ ലീഡർ മായ്ക്കൂ. ലീഡർ. ഞാനല്ലല്ലോ. അല്ലല്ല, ഞാനില്ല പോ ഇവിടെ നേരത്തെ ഈ ക്ലാസ്സിലൊരു ലീഡർ ഉണ്ടായിരുന്നു, ഒരാളുടെ ലീഡർ. അപ്പൊ ടീച്ചറിന്റെ സബ്ജക്ട് എന്താണെന്ന് ടീച്ചർ ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കണ്ണടച്ചെടുക്കട്ടെ. കണ്ണടച്ച് മാത്രം എടുത്താ മതി. ആ ഓക്കെ, എടുക്കണത് ടീച്ചറിന് അറിയായിരിക്കണം. ഞാൻ എടുത്തു. ഞാൻ നോക്കിയിട്ടില്ലേ. നോക്കൂ. ശാസ്ത്രം. ശാസ്ത്രം ദുഃഖമാണുണ്ണി, ഗണിതമല്ലോ സുഖപ്രദം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ഒന്നും അറിയില്ല, എന്നാലും നമുക്ക് പഠിക്കാം. ശാസ്ത്രത്തിലാണോ രസതന്ത്രം വരുന്നത്? അതെ, കെമിസ്ട്രി. അതെ, രസതന്ത്രം. ബയോളജി അല്ലേ ശാസ്ത്രം? അത് ജീവതന്ത്രം. അത് ജീവതന്ത്രം. എല്ലാ തന്ത്രങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ശാസ്ത്രം. ശാസ്ത്രത്തിൽ രസതന്ത്രവും ജീവശാസ്ത്രവും ജീവശാസ്ത്രവും ഊർജ്ജതന്ത്രം എന്താ? ഫിസിക്സ്. വേണ്ടിയിരുന്നില്ല. അപ്പൊ നമുക്ക് ഏത് തന്ത്രം പഠിക്കാം? ഇപ്പൊ ഏത് തന്ത്രം തന്ത്രിക്കൊന്നും അറിയില്ല. ഏത് വേണം? ടീച്ചറിന്റെ തന്ത്രം എടുക്കാണ്ട് മര്യാദക്ക് പഠിപ്പിക്കുന്നുണ്ടോ? ടീച്ചർ ഏത് തന്ത്രം പഠിപ്പിച്ചാലും രസതന്ത്രം. അപ്പൊ രസം എങ്ങനെ ഉണ്ടാക്കുന്നതാണോ? അല്ല, അതോ സത്യനന്ദിക്കാടിന്റെ പടമാണോ? രസതന്ത്രം. അപ്പൊ അത് പഠിക്കുന്ന നമുക്കൊരു രസം ഉണ്ടാവണം, എന്നാലേ ആ തന്ത്രം രസമാവുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. വെള്ളം ഉണ്ടാകുന്നതോ? ആ വെള്ളം എങ്ങനെയാ? വെള്ളത്തിനകത്ത് കൊറേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതെ, നമ്മൾ ഏതൊരു വസ്തു എടുത്താലും ടീച്ചർ മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കും. അത് മഴയോട് തന്നെ ചോദിക്കേണ്ടി വരും. അല്ല, നമുക്കിപ്പോ ഏത് പ്രോഡക്റ്റ് എടുത്താലും അല്ലല്ല, നമുക്ക് വാട്ട് ഈസ് സോളിഡ്, വാട്ട് ഈസ് ലിക്വിഡ്, അത് പഠിപ്പിക്കുക. സോളിഡ് അല്ലേ? എനിക്കൊന്നും അറിയില്ലല്ലോ. ഖരം അല്ലേ? ആ, ഖരം, ദ്രാവകം, വാതകം. അപ്പൊ ഒരു പദാർത്ഥത്തിന് ഏതെല്ലാം അവസ്ഥകളുണ്ട്? ഖരം, ദ്രാവകം, വാതകം. ടീച്ചർ അടൂർ അല്ലേ? ആണോ? കറക്റ്റ് അല്ലേ? അപ്പൊ ഈ കുട്ടിയോട് ചോദിക്കൂ, ഖരാവസ്ഥ ഏതാണ്? ചോദിക്ക്. ഖരാവസ്ഥ പറഞ്ഞേ. ഇപ്പൊ നീ ഇരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, മണ്ണ് പോലെ ഇരിക്കുന്ന. ഇത്തരം അവസ്ഥയാണ് നമ്മൾ ഖരം എന്ന് പറയുന്നത്. പിന്നെ ഒരു അവസ്ഥയുണ്ട്, ദ്രാവകം. ടീച്ചർ നിൽക്കുന്ന അവസ്ഥയാണോ? അങ്ങനെ ഒഴുകി നിൽക്കുന്നു. ഒഴുകി പോകുന്നത് അതാണ് അവസ്ഥ, ദ്രാവകമേ. അടുത്ത വാതകം. എന്താ? അത് രാവിലെ അങ്ങനെ ഒരു കോഴി വിട്ടത്. അല്ല, പല്ല് തേക്കാതിരിക്കുമ്പോ നമ്മുടെ വായിൽ നിന്നൊരു അവസ്ഥ വരുന്നില്ലേ, അതാണ് വാതകാവസ്ഥ. അപ്പൊ പദാർത്ഥത്തിന് 3 അവസ്ഥകളാണുള്ളത്: ഖരം, ദ്രാവകം, വാതകം. ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾക്ക് ഉദാഹരണം പറയൂ. ഫോൺ, കല്ല്. ദ്രാവകാവസ്ഥയിലിരിക്കുന്നതോ? വെള്ളം. വാതകോ? എയർ, ഓക്സിജൻ. അല്ല, വാതകം. ഓക്സിജന് മലയാളം ഉണ്ടോ? ഓക്സിജൻ ജീവവായു. വായു എന്ന് പറയൂ. കാർബൺ ഡൈ ഓക്സൈഡ്. അത് പിന്നെ കറക്റ്റ് ആണല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് മലയാളം ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മലയാളം അല്ല, പേരിന്റെ മലയാളം അത് തന്നെയല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? പിന്നെ ഓക്സിജന്റെ മലയാളം ഓക്സിജൻ അല്ലേ? ഈ ടീച്ചർ എന്താ ഇങ്ങനെയൊക്കെ? നിനക്ക് കുറച്ച് സംശയം കൂടുതലാണ്. ആ കമ്പ് ഈ കുട്ടിയുടെ ഉള്ളിടത്തോളം കാലം നമുക്കൊരു കമ്പം അല്ലെങ്കിൽ ഒരു ഒലക്ക കൊണ്ടുവച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പഠിപ്പിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഖരം, ദ്രാവകം, വാതകം അവസ്ഥ? മൂന്നും പറഞ്ഞത്. അതായത് മിണ്ടാതിരിക്കും, ഇതിന്റെ സ്വഭാവം മാറ്റുന്നത്. ഓക്കെ, അതായത് ഏതൊരു പദാർത്ഥത്തിന്റെയും അതിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങുന്ന ഏറ്റവും ചെറിയ വസ്തുവിനെ നമ്മൾ എന്ത് പറയും? ആറ്റം. അതിന് മലയാളം ഉണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് ടീച്ചറാണ് പഠിപ്പിച്ചു തരേണ്ടത്. ആറ്റം. അണു. ഏറ്റവും ചെറിയ കണികയെ അണു എന്ന് പറയും. അറിയായിരുന്നോ? അണു എന്നാണോ? ഇവള് ചിലപ്പോ അതാണ് അണുക്കൾ. കണിക. അങ്ങനെ കുറെ ആറ്റംസ്, ഏറ്റവും അങ്ങനെ കുറെ അണുക്കൾ ചേരുമ്പോഴാണ് നമുക്ക് ഏതൊരു പ്രോഡക്റ്റും കിട്ടുന്നത്. എന്റെ പൊന്നെ, പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എന്താ ടീച്ചർ? അത് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് എനിക്കൊരു അറിവുണ്ട്. ടീച്ചർ എലമെന്റിന്റെ മലയാളം എന്തോന്ന്? ഇളയപ്പന്റെ മലയാളം എലമെന്റ്. അയ്യോ, എലമെന്റിന്റെ മലയാളം എലമെന്റിന്റെ മലയാളം എന്താന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും.
അതെ നല്ല നന്നായിരിക്കും കേട്ടോ. എലമെന്റ്. അയ്യോ എലമെന്റ് അല്ലല്ലോ, എന്ത് പറയണോ അതിന്? പ്രോട്ടോൺ ന്യൂട്രൺ. അതെ നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടടാ. ഇതെന്താന്നറിയോ? ഓംലെറ്റ്. ഓംലെറ്റ് അല്ല, ഇത് ഇലക്ട്രോൺസ് ന്യൂട്രോൺസിന്റെ പ്രോട്ടോണും. സോറി, ഇതെന്താ സംഭവം ടീച്ചറിന് അറിയില്ല കേട്ടോ. ആ ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ എന്തുണ്ടാവും? ഞാൻ പോണു, എനിക്ക് ടെൻഷൻ പ്രോട്ടോണും ആവുന്നു. ന്യൂട്രോണും ഉണ്ടാവും. പ്രോട്ടോണിന് എന്ത് ചാർജ് ആണ്? പോസിറ്റീവ്. ന്യൂട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അല്ല, ന്യൂട്രോണിന് പ്രത്യേകിച്ച് ചാർജ് ഇല്ല പോലെ. ഇലക്ട്രോൺ ആണ് നെഗറ്റീവ് അത് ചാർജ്. വെറുതെ ഇരിക്കും. അത് എന്തിനാ ഇരിക്കുന്നത് അതിന് തന്നെ അറിയില്ല. ചില കുട്ടികളെ പോലെ അവർ എന്തിനാ വരുന്നത് അവർക്ക് അറിയില്ല. കാരണം ഈ ടീച്ചർ ഭയങ്കര ബുള്ളിങ് ടീച്ചർ. ഇലക്ട്രോൺസ് എവിടെ ഇരിക്കും? ചുറ്റും കറങ്ങും. ചുറ്റും വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുന്ന ഇവിടെ പോലെ കണികയാണ്. എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന് ഒരു പോസിറ്റീവ്. ടീച്ചർ എല്ലാം ഇംഗ്ലീഷിലാ പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കിവിടെ പോസിറ്റീവ് അവിടെ, അതാണ് പോസിറ്റീവ് എനർജിയാണ് ന്യൂക്ലിയസിനുള്ളത്. ചുറ്റും കറങ്ങുന്ന ചെറിയ കണികകൾക്ക് എന്ത് എനർജിയാണ്? അണുവിന്റെ നിയമം ഉണ്ടാക്കിയതായിരുന്നു അറിയോ? അയ്യോ എന്റെ ആരും അല്ല മക്കളെ. ആരാ? ഡോൾട്ടൺ അല്ലേ? അപ്പൊ ഓർമ്മ. നിങ്ങക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ വീട്ടിൽ പോയി കാര്യം നന്നായിട്ട് പഠിച്ചിട്ട് ഒന്നുകൂടെ വരാം. ടീച്ചറിന് മെസ്സേജ് അയക്കണം കേട്ടോ. 8 മണിക്ക് ശേഷം മെസ്സേജ് അയക്കരുത്. 8 മണിക്ക് ടീച്ചറിന് മെസ്സേജ് അയക്കണം. ടീച്ചറിന് ഒരുപാട് പരിപാടികളുണ്ട്. രാത്രി 8 മണിക്ക് ശേഷം ടീച്ചറിനെ വിളിക്കരുത് കേട്ടോ. അപ്പൊ ശരി, എല്ലാം മനസ്സിലായില്ലേ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നിന്ന് ഒഴുങ്ങി മടുത്തു. ഇരിക്കട്ടെ. ടീച്ചർ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ടെൻഷൻ ആവുന്നു. ഇത്രയും ടെൻഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഇന്നത്തെ പഠനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സിലായി, ഞാൻ പോയിക്കോട്ടെ. ടീച്ചർ പോകുമ്പോ എഴുന്നേറ്റ്. ഓക്കെ, അടുത്ത ടീച്ചർ. ഈ കയ്യൊന്ന് വെച്ച് നോക്കി. ടെൻഷൻ ആവുന്ന. പഠിപ്പിക്കും പോട്ടെ. ഞാൻ പണ്ട് SS പുലിയായിരുന്നാണ് കേട്ട്. ഇനി അതേ ഉള്ളെന്ന് തോന്നുന്നു സബ്ജക്ട്. 3 സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾ ഇങ്ങനെയാണോ? ഇപ്പൊ എന്ത് സമയമാ? എല്ലാ സമയവും നന്നായിരിക്കട്ടെ. നന്നായി വാ. ഇരിക്കും. സുപ്രഭാതം ടീച്ചർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൂളിലെ വളരെ റൂഡായിട്ടുള്ള ടീച്ചേഴ്സ്. എന്താണ് ടീച്ചർ? കുട്ടികളെ മനസ്സിലാക്കാതെ കുട്ടികളെ ആക്ഷേപിക്കുന്ന ടീച്ചേഴ്സ് ആണ് ഉള്ളത്, അധ്യാപകരാണുള്ളത്. തൊട്ട് മുമ്പ് ടീച്ചറിന്റെ ഉദ്ദേശമാണോ എന്ന് പറഞ്ഞത്? അതെ, തൊട്ട് മുമ്പ് വന്നതും അതിനു മുമ്പ് വന്നതും എല്ലാവരും കണക്കാണ്. അതെ, കണക്കാണല്ല. ഞാൻ എടുക്കുവാണേ. സാമൂഹ്യ ശാസ്ത്രം. എന്താ സാമൂഹ്യ ശാസ്ത്രം? സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയാനല്ലേ ടീച്ചർ വന്നിരിക്കുന്നത്. സാമൂഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? ഞാൻ 2-3 വീടുണ്ട്, മാറി മാറി ജീവിക്കും. അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ നമ്മളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അതാണ് അതുകൊണ്ട് സമൂഹശാസ്ത്രം. സമൂഹത്തിലെ സയൻസ്. സാമൂഹ്യ ശാസ്ത്രമല്ല. ഞാൻ നിങ്ങളെ ശരിക്കും ഒരു കുട്ടീനെ പഠിപ്പിക്കുന്ന പോലെയാണ്. ഇതിപ്പോ നമ്മുടെ 1ാം ക്ലാസ് അല്ലേ? പോയി 1ാം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കുന്ന രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഹലോ, 1ാം ക്ലാസ് അല്ല ടീച്ചർ. ആദ്യം വന്ന മാത്സ് ടീച്ചർ പഠിപ്പിച്ചത് 3ാം ക്ലാസ്സിന്റെ സിലബസ് ആണ്. ഞങ്ങൾ 1ാം ക്ലാസ് അതെ, ടീച്ചർ പഠിപ്പിച്ചതാണെങ്കിൽ 8ാം ക്ലാസ്സിന്റെ സിലബസ് ആണ്. നിങ്ങൾക്ക് 2 പേർക്ക് 1ാം ക്ലാസ്സിന്റെ നിലവാരമേ ഉള്ളതുകൊണ്ട് 1ാം ക്ലാസ്സിന്റെ കാര്യം കേട്ടാൽ മതി. ഈ പഠിപ്പിക്കുന്ന ടീച്ചറിനാണ് ഇവിടെ 1ാം ക്ലാസ്സിന്റെ നിലവാരമുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ശരി നിർത്തൂ. എവിടെ ആ ടോപ്പിക്ക്? എഴുതട്ടെ, സബ്ജക്ട് എഴുതട്ടെ ആദ്യം. അത് വരെ ടീച്ചർ സ്ഥലമില്ലതേ, ശാസ്ത്രം എവിടെ എഴുതും? ഓക്കെ, പഠിക്കാം. എന്താണ് പഠിക്കാൻ പോകുന്നത്? സാമൂഹ്യ ശാസ്ത്രം. പറഞ്ഞു, എന്തെങ്കിലും സാമൂഹ്യ ശാസ്ത്രം തുടങ്ങേണ്ടത് എവിടെന്നാണ്? എവിടെന്നെങ്കിലും തുടങ്ങിയേ പറ്റൂ ടീച്ചർ. നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മളൊരു കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മളിത്
തുടങ്ങാൻ പോകും. ടീച്ചറിന്റെ വീട്ടിലെ കഥയൊന്നും ഇവിടെ പറയണ്ട. അല്ല, രാമു എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പറ്റൂല. നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് പഠിച്ചാലേ പറ്റത്തുള്ളൂ. സാമൂഹ്യ ശാസ്ത്രത്തിൽ വരുന്നതാണ് ഈ ചരിത്രം. ചരിത്രം പഠിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായതെന്ന് ഇങ്ങനെ പറയാനേ പറ്റൂ ടീച്ചറിനെ കൊണ്ട്. സൈലൻസ്. കേട്ടല്ലോ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ ശിപ്പായി മതി. ലഹള ഏത് വർഷം ഞാൻ ഉണ്ടായി? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആ ശരി ടീച്ചർ. ആ, ഒരു വീട്ടിൽ നിന്നാണ് ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടി ചാർട്ട്. ആ, അപ്പൊ ഒരു രാമു എന്ന് പറയുന്ന കുട്ടിയുടെ കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. Okay? അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെ വളരണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ രാമു എന്ന് പറയുന്നത് നമ്മൾ പാല് കൊണ്ടുകൊടുത്ത് പൈസ മേടിച്ച് വളരും. അങ്ങനെ ഞങ്ങളൊക്കെ വളരും. കുട്ടി ക്ലാസ്സിൽ സംസാരിക്കാതെ മിണ്ടാതിരിക്കും. ഒരു രാമു എന്ന് പറയുന്ന കുട്ടി വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞ അനുസരിക്കാത്തൊരു കുട്ടിയാണ്. അതായത് മാനേഴ്സ് ഇല്ല. കുട്ടിക്ക് എങ്ങനെ പുറത്ത് ആൾക്കാരുടെ അടുത്ത് മിണ്ടണം എന്നറിയില്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടീനെ പറഞ്ഞ് നമ്മൾ ഈ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത് കുട്ടിയെ നമ്മൾ നന്നാക്കി. അതായത് എങ്ങനെ ഒരു വീട്ടിൽ പെരുമാറണം, വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യണം, വീട്ടിൽ എങ്ങനെ പുറത്തിറങ്ങിയാ എങ്ങനെ പെരുമാറണം, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ലതാക്കി. ഓക്കെ, പഠിപ്പിച്ച എന്താണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചതാണ് ഞാൻ അടുത്ത് രാമുവിനെ കാണിക്കാൻ പോവാ. മലനിരകൾക്കുള്ളിലാണോ രാമു? അതെ, ഇത് മലയാണെന്ന് കുട്ടിക്ക് മനസ്സിലായല്ലോ. ഈ മലയിൽ നിന്ന് രാമു കളിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യമില്ല. അപ്പൊ മഴ വന്നു, കണ്ട മഴ പെയ്തു. അപ്പൊ രാമു ഓടി സ്കൂളിൽ പോയി, വീട്ടിൽ പോയി. അപ്പൊ രാമുവിന്റെ അമ്മയുടെ കയ്യില് അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. 2 ലഡ്ഡു ഉണ്ടായിരുന്നേ. കണ്ട ലഡ്ഡു. രാമുവിന് ലഡ്ഡു കിട്ടിയപ്പോ രാമുവിന് സന്തോഷമായി. രാമു ആ ലഡ്ഡു എടുത്ത് ഓടി സ്കൂളിൽ പോയി. അപ്പൊ ടീച്ചർ എന്ത് ചോദിച്ചു? 3+3 എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ ക്ലാസ്സിലെ ടീച്ചറൊക്കെ സാമൂഹ്യ പഠിപ്പിക്കാൻ വരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ശരിയാണ് എന്ന് പറഞ്ഞു. ഇതാണ് രാമു. കണ്ടില്ലേ? ഇതാണ് രാമു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലെവിടെയാണ് സാമൂഹ്യ ശാസ്ത്രം? മഴ പെയ്ത കുട്ടി ഓടി സ്കൂളിൽ പോകണം, വീട്ടിൽ ഇതാണ് രാമു. ഈ കുട്ടീനെ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിച്ച് നമ്മൾ നന്നാക്കി എടുത്തു. മനസ്സിലായില്ലേ? ഒരു വീട്ടിൽ എങ്ങനെ നന്നായി പെരുമാറണം, ഒരു സ്കൂളിൽ എങ്ങനെ നന്നായി പെരുമാറണം എന്ന് നമ്മൾ പഠിപ്പിച്ച് നല്ലതാക്കി. ടീച്ചറിന് സാമൂഹ്യ ശാസ്ത്രം അത്ര അറിയില്ല. PT ക്ലാസ്സിലായിരുന്നോ പഠിപ്പിച്ചിരുന്നത്? എക്സസൈസ് പഠിപ്പിക്കോ? കുട്ടി തർക്കുത്തരം സംസാരിക്കും. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് മാനേഴ്സ് ആണോ? അതെ. കുട്ടിക്ക് കുറച്ച് ഞാൻ പിന്നെ ഒരു നല്ല കർക്കശക്കാരി അല്ലാത്തൊരു ടീച്ചർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലത്. ഈ വീടിന് ഐശ്വര്യം. അപ്പൊ ശരി, ഒരു താങ്ക് യു ടീച്ചർ പറയാൻ പോട്ടെ. താങ്ക് യു ടീച്ചർ. പറയേ, എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല, ആ ശേഷി പോലും നഷ്ടപ്പെട്ടു ക്ലാസ് കഴിഞ്ഞപ്പോ. ടീച്ചർ. അപ്പൊ ശരി എന്നാ. ശരി. അപ്പൊ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മികച്ച ടീച്ചർക്കുള്ള ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡ് മേടിക്കാനുള്ള ഒരു മത്സരമായിരുന്നു. അയ്യോ ഇല്ല, അതൊക്കെ വിട്. പക്ഷേ കൂട്ടത്തിലെ പൊട്ട ടീച്ചർ. ഏറ്റവും എന്താ പറയാ, കാര്യവിവരത്തോടു കൂടി നമുക്ക് ക്ലാസ് എടുത്ത് തന്ന ഒരേ ഒരു ടീച്ചറേ ഉള്ളൂ. അത് ആതിര ടീച്ചറാണ്. രാമു ഒക്കെ എവിടെയായിരിക്കും ടീച്ചർ? അത് ആതിര ടീച്ചർക്ക് തന്നെ കൊടുക്കണം. രാമു സ്കൂളിൽ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് രസത്തിലാണ്. നിങ്ങളും ആ രസം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കൂടുതൽ രസകരമായ എപ്പിസോഡ്സുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.